എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെയും റെസിപ്പിയാണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പെസഹ അപ്പം ഉണ്ടാക്കാൻ ഇവിടെ ആദ്യം തന്നെ എടുക്കുന്നത് ഉഴുന്നും പച്ചരിയുമാണ്. 2 മണിക്കൂർ കുതിർത്തെടുത്ത ഉഴുന്നും പച്ചരിയുമാണ്. ഇനി മിക്സി ജാറിലേക്ക് ഉഴുന്നും പച്ചരിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 തവണയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. നന്നായിട്ട് അരഞ്ഞ വന്നം അത്ര നേരം നമുക്ക് അടിച്ചെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യാനുസരണം ചെറുള്ളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ ജീരകം, പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇനി അടിച്ചു കൊണ്ടുവരാം. ഇതുപോലെ അരച്ചു കൊണ്ടുവരാം. നമ്മൾ അരച്ചു വെച്ച മാവിലേക്ക് ഒഴിച്ചും കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുക്കാൻ പോണത് തേങ്ങയാണ്. തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് പേസ്റ്റ് ആക്കണ്ട, കുറച്ച് തരി പോലെ വേണം. ഇനി നമ്മൾ മാവ് ഒഴിച്ചു വെച്ച പാത്രത്തിലേക്ക് തേങ്ങ അരച്ചതൊന്ന് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇച്ചിരി നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവൊന്ന് പൊങ്ങട്ടെ. മാവ് അങ്ങനെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ 3 വാഴയില കീറിയത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മാവ് ഉണ്ടാക്കി വെച്ചത് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ വാഴയില വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഴയില വെച്ച് കഴിയുമ്പോൾ നമ്മൾ അപ്പം തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. എണ്ണ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എണ്ണ തേച്ചിട്ട് വാഴയില വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം നമ്മൾ മാവ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുരുത്തോല
നമ്മൾ കുരിശ് വെച്ചു കൊടുക്കുന്നു. നമ്മൾ ചെമ്പിലേക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ അപ്പം വെന്തിട്ടുണ്ട്. നമ്മൾ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കുന്നത് ഈർക്കിലിയെല്ലാം ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുമ്പം ഈർക്കിലിയുടെ അറ്റത്ത് മാവൊന്നുമില്ലെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. നമ്മുടെ വാഴ ഇലയിലേക്ക് നമ്മുടെ അപ്പം കമത്തി വെച്ച് കൊടുക്കാം. അപ്പം ചൂടാറാൻ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നു. തറവാട്ടിൽ അപ്പം മുറിക്കാനായിട്ട് 3 അപ്പമാണ് ഇവിടെയൊക്കെ മുറിക്കുന്നത്. ഒന്ന് എന്തരയപ്പം, പിന്നെ വട്ടയപ്പം, പിന്നെ കുരിശപ്പം, അങ്ങനെയാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് മൂത്തവർ അപ്പം മുറിച്ച് നമുക്ക് തരും. അങ്ങനെയാണ് ഇവിടെയൊക്കെ. പിന്നെ അപ്പം മുറിച്ച ആൾ എല്ലാവർക്കും പിന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൂത്തവരിൽ നിന്ന് ഇളയവർക്ക് പിന്നെ അപ്പം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തറവാട്ടിൽ അപ്പം മുറിച്ചു. ഇനി നമ്മുടെ വീട്ടിൽ വന്ന് അപ്പം മുറിക്കുകയാണ് എല്ലാവരും. പപ്പയാണ് ഞങ്ങൾക്ക് അപ്പം എല്ലാം മുറിച്ച് തരുന്നത്. അങ്ങനെ അപ്പമൊക്കെ മുറിച്ച് എല്ലാവരും കഴിച്ചു. അവരെല്ലാം തറവാട്ടിലേക്ക് പോയി. നമ്മുടെ അപ്പം മുറിക്കൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടോ?